കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തിലേറെയായി വിവാഹ ഒരുക്ക കോഴ്സിൽ ഞാനൊരു സെഷൻ എടുക്കാറുണ്ട്. അത് കുടുംബ ബജറ്റാണ്. കുടുംബങ്ങളിൽ എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം, വിവാഹത്തിന് തയ്യാറായി വരുന്ന യുവാവും യുവതിയും, അങ്ങനെയുള്ള അനേകം യുവാക്കളും യുവതികളും അടങ്ങുന്ന ഓഡിയൻസാണത്. പലപ്പോഴും ഞാൻ എടുക്കുന്നത് സ്ത്രീധനത്തെക്കുറിച്ചുള്ള അവരുടെ ചില കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും ഒക്കെ ഒന്ന് പൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയും പണം എന്നത് എങ്ങനെ കുടുംബങ്ങളിൽ വളർത്തിക്കൊണ്ട് വരണമെന്നതിനെക്കുറിച്ചും കുടുംബത്തിലെ സമ്പത്തിനെ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം, എങ്ങനെ നല്ലൊരു സമ്പാദ്യശീലം തുടങ്ങാം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബ ബഡ്ജറ്റ് എന്ന വിഷയമാണ് ഞാൻ എടുക്കുന്നത്. പതിവ് പോലെ തന്നെ ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ അവസാനം Q&A ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടി അവരുടെ സംശയങ്ങൾ കേൾക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, മാഡം, അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഭർത്താവിന് കൈമാറണമെന്ന് നിർബന്ധമുണ്ടോ? ATMൻ്റെ പിൻ നമ്പർ ജീവിത പങ്കാളിക്ക് നൽകണമെന്ന് നിർബന്ധമുണ്ടോ? സാധാരണഗതിയിൽ പണ്ടൊക്കെ ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരത്തില്ലായിരുന്നു. പണ്ട് വന്നിരുന്ന ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു: ഈ സ്വർണം ഒരു നല്ല നിക്ഷേപ രീതിയാണോ? വിവാഹത്തോടനുബന്ധിച്ച് സ്വർണം വാങ്ങിക്കുന്നതോ സ്വർണം ഉപയോഗിക്കുന്നതോ ഒക്കെ ഇത്രയും ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു നിക്ഷേപം കുട്ടികൾക്കായിട്ട് എങ്ങനെ കരുതാം? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് സ്വന്തം രഹസ്യം ആത്മകഥ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ജനറലായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല, ഇത് വ്യക്തിപരമായ കാര്യമാണ്. അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമായിട്ടാണ് ഇരിക്കുന്നത്. പരസ്പര സ്നേഹവും ഐക്യവും ഉള്ളിടത്ത് ഈ പിൻ നമ്പരും പാസ്വേഡും ഒന്നും ഒരു വിഷയമല്ല. അല്ലാത്തടത്ത് ഇതൊക്കെ വിഷയമാകും. ഇനി പണത്തെ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ജീവിത പങ്കാളിയാണെങ്കിലും ഇതൊക്കെ കൈമാറുന്നതിനകത്ത് വിഷയമില്ല. മറിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിൽ ഉദാസീനതയുള്ളൊരു ജീവിത പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിക്കണം, ഇങ്ങനെ ഇതൊക്കെ കൈമാറണമോ വേണ്ടയോ എന്നുള്ളത്. ഞാനപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ കുടുംബത്തെക്കുറിച്ചുള്ള ജീവിത സമവാക്യങ്ങൾ മാറുകയാണ്. നിൻ്റെ പണം എൻ്റെ പണം, നിങ്ങളുടെ കാശ് ഞങ്ങളുടെ കാശ്, നിൻ്റെ ഒപ്പം തന്ന കാശ് എൻ്റെ, ഇങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ കുടുംബത്തിൽ ഉയർന്നു വരുന്ന രീതിയിൽ കുടുംബജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ മാറുകയാണല്ലോ. ഈ മാറ്റം സംഭവിച്ചത് പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഭാരതത്തിലെ കുടുംബജീവിതത്തിലെ സമവാക്യങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഒരു ഓസ്ട്രേലിയൻ ബിഷപ്പായിരുന്ന ക്രിസ്റ്റഫർ പ്രൗസാണ്. ബിഷപ്പ് ക്രിസ്റ്റഫർ പ്രൗസ് ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാൻ കേരളത്തിലെത്തി. ഒരു ദമ്പതി കോൺഫറൻസിനാണ് ക്ലാസ് തർജ്ജമ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. അപ്പോൾ സ്റ്റേജിൽ ബിഷപ്പിനോടൊപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു സായിപ്പ് ബിഷപ്പ് വന്നിട്ട് വേണ്ടേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് കുടുംബജീവിതം പഠിപ്പിക്കാൻ എന്നൊരു മുൻവിധിയോടുകൂടിയാണ് എൻ്റെ നിൽപ്പ്. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഓർത്തു, എൻ്റെ ജോലി തർജ്ജമ ചെയ്യുകയാണല്ലോ, ബിഷപ്പ് പറയുന്നതിൻ്റെ മലയാളം പറഞ്ഞാൽ മതിയല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ആ സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാരതത്തിലെ കുടുംബങ്ങളെ 3 കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ട് ഒരു അനാലിറ്റിക്കൽ ക്ലാസ്സാണ് എടുത്തത്. അതൊരു സോഷ്യോളജിക്കൽ അനാലിസിസ് ആയിരുന്നു, ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ വിശകലനമായിരുന്നു. ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 3 തലങ്ങളിലായിട്ടാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ മാറ്റത്തെ കാണാൻ പോകുന്നത്. ഒന്ന്, പുരുഷൻ ബ്രെഡ് വിന്നറും സ്ത്രീ ഹോം മേക്കറുമായിരുന്നൊരു കാലഘട്ടം. പുരുഷൻ പുറത്തുപോയി അധ്വാനിക്കുകയും പണം സമ്പാദിക്കുകയും ആ പണം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയും സ്ത്രീ പുരുഷൻ കൊണ്ടുവരുന്ന പണം കൊണ്ട് പരാതികളില്ലാതെ പരിഭവമില്ലാതെ വീട് മാനേജ് ചെയ്യുകയും ചെയ്യുമായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുരുഷൻ ബ്രെഡ് വിന്നർ ആയതുകൊണ്ട്, ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ അന്നദാതാവ്, അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ട പണം കണ്ടെത്തുന്ന ആൾ. പുരുഷൻ അധ്വാനിച്ച് അങ്ങനെ പണം കണ്ടെത്തുന്ന അന്നദാതാവായതുകൊണ്ട് തന്നെ പുരുഷൻ പവർഫുള്ളും പുരുഷൻ ഡിസിഷൻ മേക്കറുമായിരുന്നു, അധികാരമുള്ളവനും തീരുമാനങ്ങൾ എടുക്കുന്നവനുമായിരുന്നു. സ്ത്രീ ആകട്ടെ വീട്ടിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ
ആ ബിഷപ്പ് അന്ന് ഉപയോഗിച്ച വാക്ക് വൾണറബിൾ അല്ലെങ്കിൽ വൾണറബിലിറ്റി എന്ന വാക്കാണ്. സ്റ്റേജിൽ നിന്ന് ഒരു സായിപ്പിൻ്റെ വായിൽ നിന്ന് ആ വാക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ കുറേ സമയമെടുത്തു. വൾണറബിലിറ്റി. അത് കഴിഞ്ഞ് ബിഷപ്പ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് വിട്ടുകൊടുക്കുന്നത്, വിട്ടുവീഴ്ചയുള്ളത്, പോട്ടേന്ന് വയ്ക്കുന്നത്, സാരമില്ല എന്ന് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി. സ്ത്രീകൾ വൾണറബിളായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കടുംപിടുത്തമോ പിടിവാശിയോ തീരുമാനമെടുക്കലോ ഒന്നുമില്ല. നമുക്കൊരു 40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കുടുംബങ്ങളെക്കുറിച്ച് ആലോചിച്ചറിയാം. അപ്പൻ എന്നാ പറയുന്നു അത് കുടുംബത്തിൽ നടക്കുന്നു. അപ്പൻ എന്തിഷ്ടം അത് വീട്ടിലുണ്ടാക്കുന്നു. അപ്പൻ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പൻ മറ്റുള്ളവർ പോകണമോ പോകണ്ടയോ എന്നുള്ളത് അപ്പൻ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാം പുരുഷ കേന്ദ്രീകൃതമായ ഒരു കുടുംബ വ്യവസ്ഥയായിരുന്നു ഇവിടെ നിന്നിരുന്നത്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ വലിയ ശാന്തതയുണ്ട്, വലിയൊരു സമാധാനമുണ്ട്. കാരണം ഒരാൾ തീരുമാനമെടുക്കുകയും ബാക്കിയുള്ളവർ അതനുസരിച്ച് അനുസരിക്കുകയും ചെയ്യുമ്പോൾ പുറമേ നോക്കിയാൽ വലിയ സമാധാനവും ശാന്തതയും ഉണ്ട്. എന്നാൽ ബിഷപ്പ് തുടർന്ന് പറയുകയാണ്, ആ കുടുംബങ്ങൾ പുറമേ ശാന്തമായി കാണപ്പെട്ടുവെങ്കിലും അകത്ത് ഒത്തിരി ഇൻജസ്റ്റിസ്, അനീതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 50% വരുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒന്നും വലിയ വില അവിടെ ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ പോലും പുരുഷനോട് ചോദിച്ച് തീരുമാനമെടുക്കേണ്ട ഒരവസ്ഥ. ചോദിച്ചിട്ട് അനുവാദം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ചോദിക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ സ്ത്രീ ഒരു ഹൗസ് വൈഫ് എന്ന തലത്തിലേക്ക് ഒതുങ്ങുകയും അങ്ങനെ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ലോകം ഈ അടുക്കളയും ഇത് മാത്രമായിട്ട് പോകും. പലപ്പോഴും ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും സ്ത്രീകൾക്കന്ന് സാധ്യമായിരുന്നില്ല. കാരണം അവൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ചാരം വാരാനും അരി അടുപ്പത്തിടാനും പശുവിനെ മാറ്റിക്കെട്ടാനും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇത് എൻ്റെ ജീവിത രീതിയാണ് എന്ന് തന്നെ നമ്മൾ. അപ്പോൾ അവിടുത്തെ സ്ത്രീയെ നമ്മൾ നോക്കുമ്പോൾ ക്ഷമയുള്ളവളും സഹനമുള്ളവളും കരുണയുള്ളവരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വഴക്കുകൾ അധികമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പെറുപിറുക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അവിടെ വലിയൊരു അനീതിയുണ്ടെന്ന്. കാരണം പോകാൻ ഒരിടമില്ലാത്തത് കൊണ്ടും ജീവിക്കാൻ വരെ മാർഗമില്ലാത്തത് കൊണ്ടും അവൾ അവിടെ തന്നെ ജീവിച്ചു. ചില സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നു അങ്ങനെ കുടുംബം കാണപ്പെട്ടു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ആൺമക്കൾ അവരുടെ അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ അമ്മയോളം സന്തോഷമുള്ള വേറൊരു സ്ത്രീ ലോകത്തിലില്ല, എൻ്റെ അമ്മ ഭാഗ്യവതിയാണ്, ഞങ്ങളുടെ മക്കളാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ എൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ് സന്തോഷവതിയാണെന്ന് അറിയാം. ഇത് ആൺമക്കൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പെൺമക്കൾ തിരിച്ചാണ് പറയാറുള്ളത്, എൻ്റെ അമ്മ അയ്യോ കല്യാണമേ കഴിക്കേണ്ട, അമ്മയുടെ ജീവിതം ആലോചിക്കുമ്പോൾ കല്യാണമേ കഴിക്കേണ്ട എന്ന ചിന്തയിലേക്ക് പെൺകുട്ടികൾ ധാരാളമായി വളർന്നു വരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ ഒരു അനീതിയുടെ കുടുംബങ്ങൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇന്നും എൻ്റെയൊക്കെ ക്ലാസ്സിലെ കുട്ടികളോട് അമ്മമാരെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിള്ളേർ അമ്മ ഹൗസ് വൈഫാണെന്ന് ശബ്ദം താഴ്ത്തിയാണ് പറയുന്നത്. അപ്പം ഞാൻ പിള്ളേരോട് പറയണേ, എടാ അമ്മ ഹോം മേക്കറെന്ന് പറ, അമ്മ ഹോം മാനേജറെന്ന് പറ. പക്ഷെ എന്തോ ഒരു അമ്മയ്ക്ക് ജോലിയില്ല എന്നുള്ള ഈ കാലഘട്ടത്തിൽ പോലും ചില കുട്ടികൾക്ക് അത് വിഷമമായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാലം മുന്നോട്ട് പോയി. ആദ്യത്തെ കാലഘട്ടത്തിൽ പവർഫുള്ളായ പുരുഷനും വൾണറബിളായ സ്ത്രീയുമായിരുന്നു. വെൻ പവർ വേഴ്സസ് വൾണറബിലിറ്റി അപ്പാരൻ്റ്ലി ദർ ഇസ് പീസ്, ബട്ട് ഇൻസൈഡ് ദർ ഇസ് ഇൻജസ്റ്റിസ്. കാലം മുന്നോട്ട് പോയി. ബിഷപ്പിൻ്റെ ടോക്ക് തുടർന്നുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തി. രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടുപേരും ബ്രെഡ് വിന്നേഴ്സായി. രണ്ടുപേരും പുറത്തുപോയി ജോലി ചെയ്യുന്നവരും രണ്ടുപേരും അധ്വാനിക്കുന്നവരും രണ്ടുപേരും പണം ഉണ്ടാക്കുന്നവരുമായി മാറി. അതായത് ഒരാൾ MPA, ഒരാൾ MTech, ഒരാൾ MSc, ഒരാൾ PhD, ഇങ്ങനെ വിദ്യാഭ്യാസപരമായി രണ്ടുപേരും ഉയരുകയും രണ്ടുപേരും തൊഴിൽ തരികയും രണ്ടുപേരും ബാങ്ക് മാനേജർമാരാവുകയും രണ്ടുപേരും ടീച്ചർമാരാവുകയും രണ്ടുപേരും എഞ്ചിനീയർമാരാവുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ രണ്ടുപേരും തീരുമാനം എടുക്കാൻ തുടങ്ങി. രണ്ടുപേരും പവർഫുള്ളായി. When power versus power, there is power clash, there is power struggle. അവിടെ എൻ്റെ പണം നിൻ്റെ പണം എന്നൊക്കെയുള്ള വേർതിരിവുകൾ വന്നു തുടങ്ങി. എൻ്റെ കാശ് നിൻ്റെ കാശ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. മാത്രവുമല്ല രണ്ടുപേരും ബാങ്ക് മാനേജറാണ്. വീട്ടിൽ വന്നു കയറിയാൽ ആര് ചായ ഉണ്ടാക്കും? അതൊക്കെ വലിയ ഇഷ്യൂ ആയി മാറി. അങ്ങനെ കുടുംബങ്ങളിൽ ഡൈവേഴ്സിൻ്റെ, വിവാഹമോചനത്തിൻ്റെ നിരക്കുകൾ ഉയർന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴേക്കും പോകാൻ ഇടമുണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്.
ആദ്യത്തെ തലത്തിൽ പോകാൻ ഇടമില്ലായിരുന്നു, ജീവിക്കാൻ മാർഗമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ തലമായപ്പോഴേക്കും അവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായി. കയ്യിൽ പണമുണ്ട്, എനിക്ക് ജീവിക്കാമെന്നുള്ള. അത് പെൺകുട്ടികളെയും ഒരഹങ്കാരത്തിൻ്റെയും താൻ പോരിമയുടെയും തലത്തിലേക്ക് എത്തിച്ചു. എന്നാൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഔദ്യോഗികമായും ഉയർന്ന ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാനുള്ള പക്വതയോ പഠനമോ പരിശീലനമോ പുരുഷന്മാർക്ക് നൽകപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ വഴക്കുകൾ പ്രശ്നമായി, അവർ തമ്മിലുള്ള പരസ്പരമുള്ള മനസ്സിലാക്കലുകളില്ലാതായി, പരസ്പരമുള്ള സംസാരമില്ലാതായി. ഇതിനിടയിൽ മൂന്നാമത് ചില വ്യക്തികൾ കടന്നു വന്ന് ദാമ്പത്യത്തിൽ ശിഥിലീകരണം ഉണ്ടാകുന്നു. അങ്ങനെ പല കുടുംബങ്ങളും വിവാഹമോചനത്തിലേക്ക്, ഡൈവോഴ്സിലേക്ക് എത്തി നിന്നു. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, ആദ്യത്തേതാണോ ശരി, രണ്ടാമത്തേതാണോ ശരി? നിശബ്ദമായി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നു, രണ്ടും ശരിയല്ല, രണ്ടും പൂർണ്ണമായി ശരിയല്ല. അപ്പോൾ എവിടെയാണ് ശരി? ബിഷപ്പ് തുടർന്നു, ഭാരതത്തിലെ കുടുംബങ്ങൾ ഇനി എത്തി നിൽക്കേണ്ട ഒരു മൂന്നാമത്തെ തലമുണ്ട്. ഈ മൂന്നാമത്തെ തലത്തിലേക്ക് കുടുംബങ്ങൾ നീങ്ങിയില്ല എങ്കിൽ ഇവിടെ കുടുംബങ്ങൾ അതിജീവനം, ദാറ്റ് മീൻസ് സർവൈവൽ ഓഫ് ഫാമിലി ലൈഫ്, കുടുംബം എന്നുള്ള സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതാകും. ഇവിടെ കുടുംബങ്ങളില്ലാതാകും. അതിന് വരേണ്ടത് മൂന്നാമത്തെ തലമാണ്. രണ്ടുപേരിലും സംഭവിക്കേണ്ട ഒരു വൾണറബിലിറ്റി വേഴ്സസ് വൾണറബിലിറ്റി. ആ ഒരു തലത്തിലേക്ക് രണ്ടുപേരും വിട്ടുവീഴ്ചയുള്ളവരും, രണ്ടുപേരും സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരും, രണ്ടുപേരും എല്ലാ ജോലിയും ചെയ്യുന്നവരും, രണ്ടുപേരും എല്ലാ തലത്തിലും സപ്പോർട്ട് ചെയ്യുന്നവരുമായി മാറുക. സാധാരണ നമ്മൾ പറയും ഗിവ് സ്പേസ് ടു ദ അതർ പേഴ്സൺ. മറ്റൊരു വ്യക്തിക്കും കൂടി വളരാനുള്ള സ്പേസ് സൃഷ്ടിക്കുക. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്നവരും, പരസ്പരം കരുതുന്നവരും, പരസ്പരം സ്നേഹിക്കുന്നവരും, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരും, പരസ്പരം ക്ഷമിക്കുന്നവരും, പരസ്പരം വിട്ടുകൊടുക്കുന്നവരും ആയില്ല എങ്കിൽ ഇവിടെ കുടുംബ സംസ്കാരം ഉണ്ടാകത്തില്ല. ചിലപ്പോഴെങ്കിലും തമാശയ്ക്ക് കുറച്ച് അതിശയോക്തി കലർത്തി ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു 2050 ആകുമ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൺസ് അപ്പോൺ എ ടൈം വി ഹാഡ് ആൻ ഏൻഷ്യൻറ്റ് കൾച്ചർ കോൾഡ് ഫാമിലി. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു മനോഹരമായ സംവിധാനം നിലനിന്നിരുന്നു. അതിൻ്റെ പേര് കുടുംബം എന്നാണ്. ഇത് അല്പം തമാശ കലർത്തിയും അല്പം അതിശയോക്തിയിലും ഞാൻ ചിന്തിക്കുന്നതാണ്. എന്തിന് സമ്പത്തിൻ്റെ സുവിശേഷവുമായിട്ടുള്ള ഈ പരമ്പരയിൽ കുടുംബം കൊണ്ടുവന്നിട്ടു? കാരണമുണ്ട്. ഇക്കണോമിക്സ് എന്നുള്ള പദം ഉടലെടുക്കുന്നത്, സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള പദം ഉടലെടുക്കുന്നത് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞാൽ ഗാർഹിക സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഗാർഹിക സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണ്. കുടുംബത്തിൽ പണം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, കുടുംബത്തിൽ പണം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, കുടുംബത്തിൽ പണത്തെക്കുറിച്ച് എപ്രകാരം ചർച്ച ചെയ്യപ്പെടുന്നു, ഇതെല്ലാം സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒരു കുടുംബം ഒരു ചെറുകിട സാമ്പത്തിക യൂണിറ്റാണ്. ഫാമിലി ഈസ് എ ബേസിക് ഇക്കണോമിക് യൂണിറ്റ് എന്ന് പറയും. ഒരു ചെറുകിട സാമ്പത്തിക യൂണിറ്റിൽ പണത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പല വീട്ടിലും പണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. ചില ദമ്പതികൾ എന്നോട് പറയാറുണ്ട്, ടീച്ചറെ പണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ അവിടെ വഴക്കാം, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടത്തില്ല. പിടിച്ച ചിട്ടിയെക്കുറിച്ചോ പിടിക്കാത്ത ചിട്ടിയെക്കുറിച്ചോ അടച്ച ലോണിനെക്കുറിച്ചോ അടയ്ക്കേണ്ട EMI-യെക്കുറിച്ചോ പ്രീമിയത്തെക്കുറിച്ചോ ഇൻഷുറൻസ് പ്രീമിയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കുടുംബത്തെ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ശോചനീയമായ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ വീട്ടിലെ സമ്പത്തിനെക്കുറിച്ച് സംസാരമുണ്ട്. ചില കുട്ടികളെങ്കിലും കോളേജിൽ വരുമ്പോഴത്തേക്കും വളരെ ലാവിഷായ അല്ലെങ്കിൽ ആർഭാടത്തിൽ വരുന്നത് കാണാം. നല്ല വിലയുള്ള ചുരിദാർ, 10,000-3,000 രൂപയുടെ ചുരിദാറൊക്കെ ഇട്ട് വരുന്ന പെൺകുട്ടികൾ. ഞങ്ങൾ ഓപ്പൺ ഹൗസ് വയ്ക്കുമ്പോൾ അവരുടെ അമ്മമാരൊക്കെ വരുമ്പോൾ വെറും 150 രൂപയുടെ സാരി കൊടുത്ത് വരുന്ന അമ്മ. എൻ്റെ വളരെ വൈറലായ ഒരു ലേഖനമാണിത്. മകൾക്ക് 2000 രൂപയുടെ ചുരിദാർ, അമ്മയ്ക്ക് 150 രൂപയുടെ സാരി എന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിനെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ
അമ്മ എത്ര ശോചനീയമായ ദയനീയമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നു, മകളിങ്ങനെ അടിച്ച് പൊളിച്ച് മഴക്കാലത്ത് പോലും ലെതറിൻ്റെ ചെരുപ്പുകളൊക്കെ ഇട്ട് ഒക്കെ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ ഞങ്ങളതിൽ ആലോചിക്കാറുണ്ട്, ഇവരുടെ കുടുംബത്തിൽ സമ്പത്ത് വിഷയം ചർച്ച ചെയ്യാറില്ലേ? ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ മുണ്ട് മുറുക്കി ഉടുത്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ നല്ല വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നല്ല ഫോണോ ഉപയോഗിക്കാതെ, കാരണം മക്കളുടെ കയ്യിൽ വിലയേറിയ ഫോൺ കാണാം, അപ്പൻ്റെ കയ്യിൽ പഴയ നോക്കിയ ഫോൺ കാണാം, അതും മക്കൾ ഉപേക്ഷിച്ച നോക്കിയ ഫോൺ. ഈ എക്കണോമിക്സ് ശരിയാണോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. കുടുംബത്തിലെ ഈ എക്കണോമിക്സ് ശരിയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ് വീട്ടിലെ പണം. പല കുടുംബങ്ങളും കൂട്ടാത്മഹത്യ ചെയ്യുമ്പോൾ, കൂട്ടാത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ, കടം കയറി മുടിയുമ്പോൾ മാത്രമാണ് ജീവിത പങ്കാളിയോ മക്കളോ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും കടമുണ്ടെന്ന് അറിയുന്നത് പോലും. ഒരാത്മഹത്യ മുനമ്പത്ത് നിന്നിട്ടാണ് അവർ അറിയുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ആ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയൊരു കുടുംബമാണ്, രക്ഷിക്കാൻ സാധിച്ചു. ആ കുടുംബത്തിലെ സ്ത്രീ എന്നോട് പറയുമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും കടമുണ്ടെന്ന്, ചേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഈ കടത്തിൻ്റെ കാര്യമൊന്നും തുടക്കത്തിൽ തന്നെ ഭാര്യയോട് പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞില്ല. അപ്പോൾ അയാൾ എനിക്ക് തന്ന മറുപടിയെ, ഞാനോ വിഷമിച്ചാൽ നടക്കണത്, ഇതൊക്കെ പറഞ്ഞ് ഇവരെയും കൂടി എന്തിനാ വിഷമിപ്പിക്കണതെന്ന് ഞാൻ ഓർത്തു. ശരിയാണോ? അവസാനം ഗതികെട്ട് വീട്ടിൽ കടക്കാരെല്ലാം വന്നു തുടങ്ങി. അവസാനം രക്ഷയില്ലാണ്ട് 2 കടക്കാരെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അടുത്ത കടക്കാർ വരും, അവരെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അടുത്ത ഗതി കെട്ടിട്ട് ഇവർ ആത്മഹത്യ ചെയ്യാൻ പോയ കുടുംബം. അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുന്നു. ഒരു ചെറിയ ജോലിയിലൊക്കെ അദ്ദേഹം പ്രവേശിച്ചു, അങ്ങനെ പതുക്കെ മുന്നോട്ട് പോകുന്നു. ആ സ്ത്രീ എന്നോട് പറയുന്നു, ഇത്രയും കടമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ പിള്ളേരെ ഒന്നും CBSE ചേർത്ത് ഇത്രയും ഫീസുള്ള സ്കൂളിലൊന്നും പഠിപ്പിക്കത്തില്ലായിരുന്നു. കുടുംബത്തെ ചർച്ചാ വിഷയമല്ല പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. പലപ്പോഴും മാതാപിതാക്കളുടെ വിചാരം ഈ കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞാൽ അവർ വിഷമിക്കും, അതുകൊണ്ട് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടങ്ങൾ, ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് മാതാപിതാക്കൾ സ്വയം ചുരുങ്ങി അവരുടെ ചെറിയ ലോകത്തിലേക്ക് ഒതുങ്ങുകയാണ്. ഇത് ശരിയാണോ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ചില മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ 2 മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ അമ്മ ഉടനെ പൊതിഞ്ഞ് ബാഗിലിടണതാണ്, വീട്ടിൽ കൊണ്ട് കൊച്ചിന് കൊടുക്കാനാണ്. അമ്മ ജീവിതത്തിൽ ഈ ഒരു കേക്ക് പീസ് ഇന്ന് വരെ കഴിച്ചിട്ടില്ല. കഴിക്കാനൊരു അവസരം കിട്ടുമ്പോഴും ആ കേക്ക് പൊതിഞ്ഞ് അതിനകത്തിട്ടിട്ട് അമ്മ വീട്ടിൽ കൊണ്ട് കൊച്ചിന് കൊടുക്കാൻ പോകും. കൊച്ചു കേക്ക് ധാരാളം ഇപ്പം തന്നെ കഴിച്ചിട്ടുണ്ട്, പല രീതിയിൽ, പല രൂപത്തിൽ, പലരിലൂടെ. എന്നിട്ടും മലയാളിയുടെ ഒരു കുടുംബ സംസ്കാരത്തിലെ ഈ നീക്കി വെക്കലും ഈ കരുതലും, അതിനകത്ത് കുറച്ച് പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഇത് പോസിറ്റീവ്, കാരണം ഇത്രമാത്രം മക്കളെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾ ലോകമെമ്പാടും യാത്ര ചെയ്തിട്ടും ഇത്രത്തോളം മക്കൾക്കായി കരുതുന്ന ഒരു തലമുറയെ, ഒരു മാതാപിതാക്കളെ കണ്ടിട്ടില്ല. അത്രമാത്രം കരുതുന്നുണ്ട് മലയാളികൾ. മലയാളികൾ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ കേട്ടോ. അത് ഏത് രാജ്യത്ത് ചെന്നാലും അവരിങ്ങനെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കരുതിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, ജീവിക്കാൻ മറന്നുപോയ കുറേ തലമുറ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരിലേക്കാണ് ഈ ഗാർഹിക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ കടന്നു വരുന്നത്. ഇതിൻ്റെ അർത്ഥം നാളെ മുതൽ മക്കളെ നോക്കണ്ടെന്നൊന്നും അല്ല കേട്ടോ. ഒരിക്കലൊരു സാറ് പറഞ്ഞ കഥ ഞാൻ ഓർക്കുകയാണ്. സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത്, അത് ഒരു കൊച്ചു മറന്നുപോയി. സാർ ഉടനെ അതെടുത്തുകൊണ്ട് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. സാറ് ഓർത്തതെന്നാണെന്നറിയാം, പിറ്റേ ദിവസം കൊച്ചു വരുമ്പോൾ ഇച്ചിരി ഉപദേശിക്കണം, അവനവൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് സാർ അത് സൂക്ഷിച്ചു വെച്ച്. ഈ കൊച്ചത് മേടിക്കാൻ വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് 3 ദിവസമായിട്ടും കുട്ടി അത് മേടിക്കാൻ വന്നപ്പോൾ സാർ ഇതും കൊണ്ട് ആ കുട്ടിയുടെ അടുത്തോട്ട് ക്ലാസ് റൂമിൽ ബെഞ്ചിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഇതിലും നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പുതിയതിരിക്കുന്നു. പഴയത് കളഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതിയത് മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കരുതലിൻ്റെ സംസ്കാരം ഒരു തരത്തിൽ പോസിറ്റീവാണെങ്കിലും മറുവശത്ത് ആവശ്യം എന്താണെന്നും അത്യാവശ്യം എന്താണെന്നും കടം എന്താണെന്നും ചിട്ടി എന്താണെന്നും ഒന്നും തിരിച്ചറിയാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ 16 വയസ്സ് 18 വയസ്സാകുമ്പോൾ ഏറ്റവും വില കൂടിയ ബൈക്ക് വേണമെന്നും ഏറ്റവും വില കൂടിയ രീതിയിലുള്ള ജീവിത രീതികൾ വേണമെന്നും വലിയ ഷൂസ് വേണം, വിലയുള്ള ഷൂസ് വേണമെന്നും ഡ്രസ്സ് വേണമെന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ വീട്ടിലെ ബുദ്ധിമുട്ടറിയാത്ത തലമുറ വളർന്നു വരുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സമ്പത്ത് ചർച്ചാ വിഷയമാകണം. അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്നിട്ട്
നമുക്കെത്ര ആസ്തിയുണ്ട്, അസറ്റ്, നമ്മുടെ വീടോ നമ്മുടെ സ്ഥലമോ ഇതിൻ്റെ വിലയോ അല്ലത്. 2, നമുക്കെത്ര കടമുണ്ട്, ബാങ്കിൽ എത്ര ലോണുണ്ട്, ഇത് വീടിന് വേണ്ടി എത്ര ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടിക്ക് വേണ്ടി എത്ര ലോൺ എടുത്തിട്ടുണ്ട്, സംസാരിക്കണം. അതോടൊപ്പം തന്നെ EMI ആയിട്ട് നമ്മൾ എത്ര അടയ്ക്കണം, മാസം എത്ര രൂപ നമ്മൾ മാസം അടയ്ക്കാനുണ്ട്, ഈ മാസം അടയ്ക്കുന്നതിന് പറ്റിയ വരുമാനം എന്താണുള്ളത്, ഇത് അടച്ചു കഴിഞ്ഞാൽ വരുമാനത്തിൻ്റെ മിച്ചം എന്താണുള്ളത്, നമ്മൾക്ക് അടുക്കള എക്സ്പെൻസിന് വേണ്ടി നമുക്ക് എത്ര മാറ്റിവെക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യത്തിൽ കുടുംബത്തിൽ സംസാര വിഷയമായില്ലെങ്കിൽ ഈ ഗാർഹിക എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തികം താളം തെറ്റും. കുടുംബത്തിൻ്റെ സാമ്പത്തികം താളം തല്ലുമ്പോഴത്തേക്കും ഇവ വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വൾണറബിലിറ്റി വേഴ്സസ് വൾണറബിലിറ്റി, എല്ലാവരും വിട്ടുവീഴ്ചയുള്ളവരും എല്ലാവരും വിട്ടുകൊടുക്കുന്നവരും എല്ലാവരും കരുതുന്നവരും എല്ലാവരും ബഹുമാനിക്കുന്നവരുമായ ഒരു സംസ്കൃതി കുടുംബത്തിലുണ്ടാകണം. കാരണം കുടുംബം പോയാൽ എല്ലാം പോയി. കുടുംബത്തിൽ നിന്നാണ് അടുത്ത തലമുറയുടെ മാനസികാരോഗ്യം ഉണ്ടാകുന്നത്. പലപ്പോഴും ക്ലാസ് റൂമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികളുടെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, പെരുമാറ്റ വൈകല്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ ഡൈവേഴ്സായ അച്ഛനും അമ്മയാണ്, അല്ലെങ്കിൽ വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്. അതുമല്ലെങ്കിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴെ പരസ്പരം സംസാരിക്കാത്ത ഒരു ഭാര്യയും ഭർത്താവുമുണ്ട്. അതിൻ്റെ പ്രതിസ്ഫുലനങ്ങളൊക്കെയാണ് ഈ കുഞ്ഞിലൂടെ നമ്മൾ കാണുന്നത്. ചില കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ, അവരുടെ സാമ്പത്തിക അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആശയം വിനിമയത്തിൻ്റെ പാളിച്ചകളായിരിക്കാം, ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ കുഞ്ഞിനോട് പിന്നെ സിമ്പതിയോ എമ്പതിയോ മറ്റ് പല രീതിയിൽ അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളങ്ങ് മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത തലമുറയുടെ മാനസിക ആരോഗ്യത്തിന് കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം. നമ്മളേറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട സാമ്പത്തിക യൂണിറ്റാണ് കുടുംബം. ഇത് സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്, സാമ്പത്തിക യൂണിറ്റാണ്. നല്ല ആരോഗ്യമുള്ള തലമുറ വളർന്നു വരാൻ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഭർത്താവിനെ ഒളിച്ച് പണം ചെലവാക്കുന്ന ഭാര്യയും ഭാര്യയോട് പറയാതെ പണം ചെലവാക്കുന്ന ഭർത്താവും പരസ്പരമുള്ള ഒളിച്ചുകളി കുടുംബങ്ങളുടെ അപജയത്തിന് വഴിതെളിക്കുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ സാമ്പത്തിക ഒളിച്ചുകളി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും ഒപ്പിയെടുക്കുന്നതും കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ വളർന്നു വരുമ്പോഴും ഇതേ ഒളിച്ചുകളിയും ഇതേ കള്ളത്തരങ്ങളും വേറൊരു അളവിൽ അവരിൽ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ കുടുംബങ്ങൾ സാമ്പത്തികം എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യപ്പെടുമ്പോൾ എന്നിലെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയ്ക്ക് വിഷമം വരാറുണ്ട്. മറ്റു പല കാരണങ്ങളെ കൊണ്ടല്ല, സാമ്പത്തിക കാരണങ്ങളാൽ കടം കയറി നിൽക്കക്കള്ളിയില്ലാതെ ആ കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആ കടം ആ കുടുംബത്തിലേക്ക് പെട്ടെന്ന് ഓടിക്കേറി വന്നതൊന്നുമല്ല. അനേക വർഷത്തിൻ്റെ പിടിപ്പുകേട് മൂലം, പരസ്പരം സംസാരിക്കാഞ്ഞത് മൂലം, പരസ്പരം മനസ്സിലാക്കി ചിലവുകളെ ക്രമപ്പെടുത്താഞ്ഞത് മൂലം, അല്ലെങ്കിൽ അമിതമായ ആഡംബരങ്ങൾക്കോ മറ്റ് അനുകരണങ്ങൾക്കോ ആ കുടുംബത്തിലെ വ്യക്തികൾ കടന്നുപോയത് മൂലം കടന്നു വന്നതാണ്. അതുകൊണ്ട് കുടുംബം എന്ന ഗാർഹിക സാമ്പത്തിക യൂണിറ്റിനെ നമുക്ക് സംരക്ഷിക്കണം. അതിന് സാമ്പത്തിക ഭദ്രത നൽകണം. രണ്ടുപേരും തൊഴിലെടുക്കുന്നവരാകട്ടെ, രണ്ടുപേരും പണം കൊണ്ടുവരുന്നതാകട്ടെ, രണ്ടുപേർക്കും അഹങ്കാരത്തിൻ്റെ താൻപോരിമയില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ കുടുംബമെന്ന സ്വർഗത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.